9th സ്റ്റാൻഡേർഡിന്റെ ആനുവൽ എക്സാമിനേഷന്റെ മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടാണ് എപ്പോഴും എക്സാമിന് വരാറുള്ളത് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാർക്സ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ എ മാത്സ് ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. ഗണിത പരീക്ഷയിൽ 8 കുട്ടികൾക്ക് ലഭിച്ച മാർക്ക് ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണൊക്കെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഓരോന്നും ഓരോ സെക്ഷനായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എത്ര എണ്ണമാണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്തോ. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചില സമയത്ത് ടീച്ചേഴ്സ് ചൂസ് ചെയ്തെടുക്കാറുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് മീൻ വാല്യൂ കാണുന്നത് അല്ലെങ്കിൽ മാന്ദ്യം കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ കാണുക? ഫുൾ നമ്പേഴ്സും കൂട്ടിയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിന്റെ എണ്ണത്തിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും നമ്മൾ കൂട്ടുന്നുണ്ട്. 70, 65, 45, 54, 72, 66, 58 ആൻഡ് 50 ബൈ ടോട്ടൽ നമ്പേഴ്സ് അവിടെ എണ്ണി നോക്കുമ്പോൾ 8 നമ്പറാണ് ഉണ്ടാവുക. ബൈ 8 ചെയ്തു. ആൻസർ 480 ബൈ 8 = 16 ആണ് നമുക്ക് കൊടുത്ത മീൻ കിട്ടുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ തുക 21ഉം അവയുടെ വ്യത്യാസം 5ഉമാണ്. സംഖ്യകൾ ഏതെല്ലാം? ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 21 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 5. വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ, നമ്പേഴ്സ് നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാറ്? എക്സും വൈയും കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു നമ്പർ കാണാനായിട്ട് എക്സ് ആണ് കൊടുക്കുക. ഇവിടെ രണ്ട് നമ്പറും അറിയാത്തതുകൊണ്ടാണ് എക്സും വൈയും കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ സമ്മ് 21 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ x + y = 21. അതുപോലെ എക്സ് മൈനസ് വൈ = 5. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 21 + 5 ആവും. അവിടെ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ മാറ്റുക. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ആവും. എന്നിട്ട് നമ്മൾ അതിനൊന്ന് ഓർഡർ ആക്കുമ്പോൾ എക്സും എക്സും കൂട്ടിയാൽ 2x പ്ലസ് വൈയും മൈനസ് വൈ വന്നാൽ എന്താ? ക്യാൻസൽ ഔട്ട് ചെയ്ത് 0 ആയിട്ട് മാറും. അപ്പൊ വൈ പോയി. ഇനി 2x = 26. അതിൽ നിന്ന് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ പോരെ? x = 26/2 = 13. 2x ആയിരുന്നു 2 × x എന്ന് പറയാം. ഈക്വൽ അപ്പുറം പോകുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് ഹരണമായിട്ട് മാറും. അങ്ങനെയാണ് 26/2 വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 13 ആൻസർ കിട്ടും, 13 കിട്ടും. ഇനി y കണ്ടുപിടിക്കാമല്ലോ. x മൈനസ് വൈ എന്ന് പറയുന്നതാണ് 5 എന്ന് പറയുന്നത്. അപ്പൊ y എത്രയായിരിക്കും? ഇനി എക്സ് നമുക്ക് 13 കിട്ടി കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ = 5 ആണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. എങ്ങനെയാണ്? ഡിഫറൻസ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സും വൈയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 13 കൊടുത്തു കഴിഞ്ഞാൽ 13 5 പോയി കഴിഞ്ഞാൽ നമുക്ക് 8 ആൻസർ കിട്ടും. അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാ? 13ഉം 8ഉം 13ഉം 8ഉം ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസേഴ്സ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിന്റെ പരപ്പളവ് 4π ചതുരശ്ര സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ ആരം എത്ര? ദ ഏരിയ ഓഫ് സർക്കിൾ ഈസ് 4π സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ, പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr² ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് 4π ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ πr² എന്ന് പറഞ്ഞാൽ 4π ആണ്. അന്ന് നമുക്ക് 6 റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആരം. അപ്പോൾ πr² = 4π എന്ന് എഴുതി. പയ്യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ r² = 4. ഇനി നമുക്ക് 6 മാത്രം മതിയില്ലേ? സ്ക്വയർ = അപ്പുറം പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത് 2 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ വൃത്തത്തിന്റെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ പരപ്പളവ് വൃത്തത്തിൽ ആകെ പരപ്പളവിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ഗിവൺ ഫിഗർ വിച്ച് പാർട്ട് ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ് റീജിയൻ? ശ്രദ്ധിക്കണം, ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലമല്ല ചോദിച്ചിരിക്കുന്നത്, അൺഷെയ്ഡഡ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാത്ത സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സർക്കിളിലെ, ഒരു വൃത്തത്തിലെ ടോട്ടൽ ആംഗിൾ, ടോട്ടൽ കോൺ എന്ന് പറയുന്നത് 360 ആണെന്ന് അറിയാം. ആ 360-ൽ നിന്ന് നമ്മൾ എന്ത് വേണം? ഷെയ്ഡ് ചെയ്ത ഭാഗം ആദ്യം മൈനസ് ചെയ്യുക. ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാ? 15 + 30 + 14, 50ഉം 40ഉം 30ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് കിട്ടുക. അപ്പൊ 360-ൽ നിന്ന് നമ്മൾ 120 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 240 ആണ്, 240. അതാണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ഒരു ഭാഗം, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ടോട്ടൽ ആ സർക്കിളിന്റെ എത്ര ഭാഗമാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം 240 ആണ്. ടോട്ടൽ ആ സർക്കിളിന്റെ ഭാഗം അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ 240/360 എന്ന് പറയുമ്പോൾ നമ്മളത് ചെറുതാക്കി എഴുതുമ്പോൾ 2/3 കിട്ടും. 240ഉം 360ഉം പോകുന്ന ടേബിൾ നോക്കുക. അങ്ങനെയാണ് നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പൊ നമ്മൾ 120ന്റെ ടേബിൾ നോക്കി കഴിഞ്ഞാൽ 120 × 2 240 കിട്ടും. 120 × 3 360 കിട്ടും. സോ ആൻസർ 2/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ABC ഒരു മട്ടത്രികോണമാണ്. ഇൻ ദ ഫിഗർ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് AB = 1 മീറ്റർ, AC 2 മീറ്റർ. AB 1 മീറ്ററും AC 2 മീറ്ററും. BCയുടെ നീളം എത്ര മീറ്റർ ആണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC ഇൻ മീറ്റർ? BCയുടെ മീറ്റർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ അല്ലെങ്കിൽ ഒരു മട്ടത്രികോണത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ് ഈ ഒരു പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. അതെന്താണ്? ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ കർണം. ആ ചെരിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ ഭാഗത്തിനാണ് നമ്മൾ അതിന് പറയുന്നത്. അതിന്റെ സ്ക്വയർ കാണാൻ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്നാണ് പറയുക. ഉയരം സ്ക്വയർ പ്ലസ് പാടല്ല കേട്ടോ, പാദം സ്ക്വയർ. ആ ഉയരം എന്ന് പറയുന്നത് ബി സിനെയാണ് ഉയരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അവിടെ പാദം എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ, എ സി ഉള്ളതാണ് ഹൈപ്പോട്ന്യൂസ്. ഇനി അങ്ങനെ നമ്മളിപ്പോ കർണം സ്ക്വയർ ഈക്വൽ ടു ഉയരം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ എന്ന് എഴുതി. ഇനി അതിലേതെങ്കിലും ആൾട്ടിറ്റ്യൂഡോ അല്ലെങ്കിൽ പാദമോ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോട്നസിൽ നിന്ന് ആ ചോദിച്ച കാര്യം മൈനസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ സപ്പോസ് ആൾട്ടിറ്റ്യൂഡ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോട്ന്യൂസിൽ നിന്ന് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതുപോലെ ഇപ്പൊ നമ്മളോട് ബേസ് സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞെങ്കിൽ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, കർണം സ്ക്വയർ മൈനസ് ഉയരം സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏത് ഭാഗം കാണാനാണ്? ഈ ഒരു ഫിഗറിൽ അത് അവിടുത്തെ ഉയരമാണ് ബി സി എന്ന് പറയുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കാണാൻ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഇവിടുത്തെ കർണം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ സി എന്ന് പറഞ്ഞിട്ടുള്ളത് 2 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ട ഭാഗം നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് ആയ ബി സി ആണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്നസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ഉയരം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ ബി സി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ബി സി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4, 1 ഇൻറ്റു 1 1 തന്നെയാണ്. 4 മൈനസ് 1. ഇനി നമുക്കവിടെ ബി സി സ്ക്വയർ ആണുള്ളത്, നമുക്ക് ബി സി മാത്രം മതിയില്ലേ? അപ്പൊ ബി സി ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറം പോകുമ്പോൾ റൂട്ട് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4ന്ന് 1 പോയി കഴിഞ്ഞാൽ 3 ആണ്. അതിന്റെ ഒപ്പം എന്ത് വരും? ബി സി സ്ക്വയറിന്റെ സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറം പോകുമ്പോൾ √3 വരും. അങ്ങനെയാണ് √3 ആൻസർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ബി സി വശമായ സമചതുരത്തിന്റെ ചുറ്റളവ് സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഹാവിംഗ് സൈഡ് ബി സി ആൻഡ് കറക്റ്റ് ഇറ്റ് അപ് ടു എ സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് ബി സി എന്ന് പറയുന്നത് √3 ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ ആ ഒരു വശം വരുന്ന സ്ക്വയർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പെരിമീറ്റർ സെന്റിമീറ്റർ വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എത്രയാണ്? 4a ആണ് നമ്മൾ കാണുക. എന്തിന്റെ? സ്ക്വയറിന്റെ. ഇപ്പൊ നമ്മൾ ആ സ്ക്വയറിന്റെ ബി സി വശമായിട്ട് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബി സി √3 ആണല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അങ്ങനെ ഒരു സ്ക്വയർ വരും. അപ്പൊ ബി സി √3 ആണെങ്കിൽ സ്ക്വയർ, സമചതുരത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ വശങ്ങളും ഒരുപോലെയാണ്. അപ്പൊ 4 വശവും √3 വരും. ഇനി നമ്മൾ പെരിമീറ്റർ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സമചതുരത്തിന്റെ 4a ആണ്. എ എന്ന് പറയുന്നത് സൈഡാണ്, വശത്തിനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വശം എത്രയാ? √3. 4 ഇൻറ്റു √3 വരും. √3യുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1.73 ആണ്. അപ്പൊ 4 ഇൻറ്റു 1.73 കിട്ടും. ആ കിട്ടുന്ന ആൻസർ നമുക്ക് മീറ്ററിലാണ് കിട്ടുക. നമ്മൾ അതിനെ എന്ത് ചെയ്യും? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്കത് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 692 സെന്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഒരു സമഷഡ്ഭുജ സ്തംഭത്തിന്റെ പാദവക്കിന്റെ നീളം 8 സെന്റിമീറ്ററും ഉയരം 15 സെന്റിമീറ്ററും ആണ്. ദ ബേസ് എഡ്ജ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ പ്രിസം ഈസ് 8 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 15 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ പ്രിസം. സ്തംഭത്തിന്റെ പാദ പരപ്പളവ് കണക്കാക്കാനാണ് ആദ്യത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെഗുലർ ഹെക്സഗണൽ പ്രിസം എന്താന്നുള്ളത് ആദ്യം കാണണം. സമഷഡ്ഭുജ സ്തംഭം, അതാണ് മിസ് ആ പിക്ചറിൽ വരച്ചിരിക്കുന്നത് കേട്ടോ. 6 സൈഡ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഉള്ളതിനെയാണ് നമ്മൾ റെഗുലർ ഹെക്സഗണൽ പ്രിസം അഥവാ സമഷഡ്ഭുജ സ്തംഭം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ ഒരു റെഗുലർ ഹെക്സഗണിനെ നമുക്ക് 6 ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിട്ടും വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് 6 ട്രയാങ്കിൾ ആക്കാൻ പറ്റും. അതിൽ ഒരു ട്രയാങ്കിൾ, ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4a² എന്നാണ് പറയുക. എ എന്ന് പറയുന്നത് അതിന്റെ സൈഡിനെയാണ് പറയുന്നത് കേട്ടോ, അതിന്റെ ബേസിനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇക്വലേറ്റർ ട്രയാങ്കിൾ? 6. അപ്പൊ നമ്മൾ ഇക്വേഷനിലെ നമ്മുടെ ആ ഒരു പാദ പരപ്പളവ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട്, ഏരിയ എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതുക 6. ഇങ്ങനെ 6 വന്ന് 6 ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ 6 ഇൻറ്റു, ഇനി ഒരു ട്രയാങ്കിളിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് √3/4a² ആണ്. അപ്പൊ √3/4a². ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ 6 ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ പരപ്പളവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുഴുവനായിട്ടുള്ള ബേസ് ഏരിയ കാണാൻ പറ്റുമല്ലോ? കാണാൻ പറ്റും. അപ്പോൾ 6 ഇൻറ്റു √3/4a എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 8 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 8a². ഇനി നമുക്ക് 6നെയും 4നെയും അവിടെ എന്ത് ആക്കാൻ പറ്റും? നമുക്ക് ചെറുതാക്കാൻ പറ്റും. 4ഉം 6ഉം പോകുന്ന ടേബിൾ 2ന്റെ ടേബിളിൽ പോവും. 2ന്റെ ടേബിളിൽ 4 2 ടൈംസ് പോവും. അപ്പൊ 4 കട്ട് ചെയ്തിട്ട് 2 എഴുതി. 6 എത്ര ടൈം പോവും? 3 ടൈം പോവും.
അപ്പോൾ അവിടെ 6 കട്ട് ചെയ്ത് 3 എഴുതി. ഇപ്പം നമ്മുടെ കയ്യിൽ 3√3 × 64/2 ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 64 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 64 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 32 ആണ്. അപ്പം നമ്മുടെ കയ്യിൽ 3√3 × 32 ആണ് ആൻസർ ഉള്ളത്. ഇനി എന്ത് വേണം? 32ഉം 3യും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്ക് 96 കിട്ടും. 96√3 cm² ആണ് ഇവിടുത്തെ പാദപരപ്പളവ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വോളിയം കാണാനാണ്. വോളിയം കാണാനുള്ള ഇക്വേഷൻ പാദപരപ്പളവ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതാണ് വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ പാദപരപ്പളവ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 96√3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 15 ആണ്. അതവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണെന്ന്. അത് ഇൻറ്റു ചെയ്യുക. അപ്പം 96 × 15 ചെയ്യുമ്പോൾ നമുക്ക് 1414 1440 കിട്ടും. √3 cm² എന്ന് എഴുതുക. അപ്പം രണ്ടാമത്തെ ആൻസർ കിട്ടും. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ എ ബി സി ഒരു സമഭുജ ത്രികോണമാണ്. ഇൻ ദ ഫിഗർ എ ബി സി ഈസ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. സി ഡി ഈക്വൽ ടു 2√3 സെന്റിമീറ്റർ. സി ഡി എന്ന് പറയുന്നത് 2√3 സെന്റിമീറ്റർ ആണ്. എ ബിയുടെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി ഇൻ സെന്റിമീറ്റർ? ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ √3/2a ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ √3/2a എന്ന് പറയുന്നത് ഹൈറ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സി ഡി ആണ് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ √3/2a = 2√3 വരും. ഇനി അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും 2 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുക. 2 × √3/2a = 2 × 2√3. അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ √3a എന്ന് നമ്മൾ ഹൈറ്റിൽ ഇക്വേഷൻ പറഞ്ഞു. എ എന്ന് പറയുന്നത് അതിന്റെ വശമാണ്. ഏതെങ്കിലും വശം കണ്ടുപിടിച്ച ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ എല്ലാ വശവും ഈക്വൽ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ √3a = 4√3. ഇനി √3യും √3യും കട്ട് ചെയ്യുക. അപ്പോൾ a നമുക്ക് 4 സെന്റിമീറ്റർ വന്നു. അങ്ങനെയാണ് ഇവിടെ എ ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അതിലെ ബി പാർട്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണക്കാക്കുക. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു അവിടുത്തെ ബേസ് 4 ആണല്ലോ ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഹൈറ്റ് 2√3 ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 4√3 ആണ് കിട്ടുന്ന ആൻസർ കേട്ടോ. 4√3 cm². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ 80 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ്. ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ ഈസ് 80 ഡിഗ്രി ഇസ് 12 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 20 ഡിഗ്രി ഇൻ ദിസ് സർക്കിൾസ്? ഇതേ വൃത്തത്തിൽ കേന്ദ്രകോൺ 20 ആയ ചാപത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആർക്ക് ലെങ്ത് 1 ബൈ ആർക്ക് ലെങ്ത് 2 ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ 1 ബൈ സെൻട്രൽ ആംഗിൾ 2. ഇങ്ങനെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ ആർക്ക് ലെങ്ത് 1 എന്ന് പറയുന്നത് ഇവിടെ 12 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ലെങ്ത് നമ്മളോട് ഫസ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ ലെങ്ത് ഓഫ് ആൻ ആർക്ക്, രണ്ടാമത്തെ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാ. അപ്പൊ ആ ഇക്വേഷനിൽ ആർക്ക് ലെങ്ത് 2 എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കേണ്ടതായതുകൊണ്ട് എക്സ് കൊടുത്തു. ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ 1 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 80 ഡിഗ്രി, രണ്ടാമത്തതും 20 ഡിഗ്രി അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 12/x = 80 ഡിവൈഡ് ബൈ 20. 80 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് കിട്ടുക. അവിടെ എക്സിനെ നമ്മൾ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോവുക, 4നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 12/4 = x. 12/4 എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 20 ഡിഗ്രി ഇൻ എ സർക്കിൾ വിത്ത് റേഡിയസ് 1.5 ടൈം ഓഫ് ദ സർക്കിൾ? ആരം ഇതിന്റെ 1.5 മടങ്ങും കേന്ദ്രകോൺ 20ഉമായ ചാപത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി 20 ഡിഗ്രി കോൺ വരുമ്പോൾ ആ ഒരു ചാപത്തിന്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എത്രയായിരുന്നു? 3 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ ഇവിടെ 1.5 മടങ്ങ് കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് റേഡിയസ്. അപ്പൊ അവിടെയുള്ള അളവിന്റെ ഒപ്പം 1.5 ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 3 × 1.5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4.5 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാനാണ് കേട്ടോ. പെരിമീറ്റർ അവിടെ 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ചുറ്റളവ് 13 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണം വരയ്ക്കുക. വരയ്ക്കേണ്ടത് നമ്മൾ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഈ ഒരു മോഡലിലാണ് വരിക കേട്ടോ. 10th ക്വസ്റ്റ്യൻ. വൃത്തത്തിന്റെ ആരവും ചുറ്റളവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ ഈസ് ഗിവൻ ഇൻ ദ ഫോളോയിങ് ടേബിൾ. അതിലെ 1 എന്ന് എഴുതിയപ്പോൾ 2πr, 2 4π, സോറി 2πr അല്ല 2π, 2 4π, 3 6π. അങ്ങനെയാണെങ്കിൽ 6 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 1 2π ആണ്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ അവിടെ 1 ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 2πയുടെ ഒപ്പം 6 കൂടി വരും, 2πr. ഇനി വൃത്തത്തിന്റെ ചുറ്റളവ് ആരത്തിന് അനുപാതികമാണോ? ആണെങ്കിൽ അനുപാതിക സ്ഥിരം എന്താണ്? ഇഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ്, ഇഫ് സോ വാട്ട് ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, അവിടെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണല്ലോ. അത് അതിന്റെ റേഡിയസ് ആയിട്ടുള്ള ആറിനെ അവിടെ പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ അനുപാതിക സ്ഥിരം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്.
ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? അതാ 2π എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് വൃത്തസ്തംഭങ്ങളുടെ പാദത്തിന്റെ ആരങ്ങൾ 1:2 ആണ്. അംശബന്ധത്തിലും ഉയരങ്ങൾ 4:3 എന്ന അംശബന്ധത്തിലും ആണ്. അപ്പൊ 1:2 എന്ന് പറഞ്ഞ അംശബന്ധം എന്താണ്? സ്തംഭങ്ങളുടെ പാദം. അതുപോലെ തന്നെ അതിന്റെ ഉയരങ്ങൾ 4:3 കേട്ടോ. The base radii of two cylinders are in the ratio 1:2 and the height are in the ratio 4:3. ഇവയുടെ പാർശ്വതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ ലാറ്ററൽ സർഫസ് ഏരിയ? ഇവിടെ നമുക്ക് R1:RS എന്ന് വെച്ചാൽ രണ്ട് റേഡിയസിന്റെയും റേഷ്യോ 1:2 ആയിട്ട് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഉയരം എന്ന് പറഞ്ഞിട്ടുള്ളത് h ആയിട്ട് കൊടുത്തേക്കണം. അപ്പൊ H1:H2 അല്ലെങ്കിൽ ഉയരം ഉയരം എന്ന് എഴുതിക്കോ. ഉയരം 1 ഉയരം 2 എന്ന് എഴുതിക്കോ കേട്ടോ. ഈക്വൽ ടു 4:3. അങ്ങനെയാണെങ്കിൽ പാർശ്വതല പരപ്പളവുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് നമുക്കറിയാം 2πRH ആണല്ലോ. 2πRH ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയയുടെ. അപ്പൊ 2π R1H1 is to 2π R2H2. അപ്പൊ എത്ര വരിക? 4:6 ഈക്വൽ ടു 2:3. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πRH ആണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സിലിണ്ടർ ഉള്ളതുകൊണ്ട് 2πR1H1 is to 2πR2H2 അങ്ങനെ എഴുതി. അതിൽ 2π നമ്മൾ ക്യാൻസൽ ചെയ്തു. അതാണല്ലോ കോമൺ ആയിട്ട് വരുന്നത്. എന്നിട്ട് R1H1 is to R2H2. R1H1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ R എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. H1 എത്രയാണ്? 4 ആണ്. 1 into 4 is to രണ്ടാമത്തെ R2 2 ആണ്. H2 3 ആണ്. 2 into 3 6. അങ്ങനെ 4:6 വന്നു. അതിനെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യാണ്? അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2:3. 4നെ നമ്മൾ 2ആക്കി 6നെ 3ആക്കി അങ്ങനെ എഴുതി. Next one, if the lateral surface area of the first cylinder is 30 square centimeter, what is the lateral surface area of the second cylinder? ഇവിടെ ഒന്നാമത്തെ വൃത്തസ്തംഭത്തിന്റെ പാർശ്വതല പരപ്പളവ് 30 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ വൃത്തസ്തംഭത്തിന്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നമുക്കറിയാം L1 L2 എന്ന് പറയുന്നത് നമ്മൾ 2πR1H1 is to 2πR2H2 എന്ന് എഴുതിയിട്ടില്ലേ? അതുപോലെ അത് ആദ്യത്തെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് 2πR1H1, രണ്ടാമത്തെ 2πR2H2. അത് നമ്മൾ L1 is to L2 എന്ന് എഴുതിയിരിക്കുന്നു. ആ റേഷ്യോ 2:3 ആയിരുന്നല്ലോ. L1 എന്ന് പറയുന്നത് 2 ആണ് റേഷ്യോ, L2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ L1 എന്ന് പറയുന്നത് 2 പാർട്ടാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആദ്യത്തെ 30 ആണ്, 30 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ L1 2 പാർട്ടാണ്. 2 പാർട്ട് 30 ആണെങ്കിൽ ഒരു ഭാഗം എത്രയാവും? 15 ആവും. അങ്ങനെയാണെങ്കിൽ L2 ആയിട്ടുള്ള 3, ആ 3 ഭാഗം എത്രയായിരിക്കും എന്ന് വെച്ചാൽ രണ്ടാമത്തെ സിലിണ്ടറിന്റെ എത്രയായിരിക്കും? അപ്പൊ അതറിയാനായിട്ട് 3 × 15 ഈക്വൽ ടു 45 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. x² + 3x + 2 എന്ന ബഹുപദത്തിലാണ്. ഇനി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു x² + 3x + 2. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 0 എത്രയാണ്? പി ഓഫ് 0 കാണാനായിട്ട് നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ x² + 3x + 2 ഉണ്ടല്ലോ. അവിടെ എക്സ് ഉള്ളിടത്തൊക്കെ 0 ഇട്ട് കൊടുക്കുക. 0² + 3 × 0 + 2. അപ്പൊ x², 0² എന്ന് വെച്ചാൽ 0, 3 × 0 0 + 2. അപ്പൊ എത്ര ആൻസർ? 0 + 2 2 ആണ് നമുക്ക് അവിടുത്തെ ആൻസർ വരിക. പി ഓഫ് 0. പി ഓഫ് 1 കാണുമ്പോൾ എക്സ് ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുക. 1² + 3 × 1 + 2. അപ്പോൾ 1² 1 ആണ്, 3 × 1 3 തന്നെയാണ്. അപ്പോൾ 1 + 3 4 ആയി, 4 + 2 6. നെക്സ്റ്റ് പി ഓഫ് 1 + പി ഓഫ് മൈനസ് ബൈ പി ഓഫ് 0 കാണുക. പി ഓഫ് 1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 6 ആണെന്നുള്ളത്. അതുപോലെ പി ഓഫ് -1 ആണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. പി ഓഫ് -1 എന്ന് പറഞ്ഞാൽ പി ഓഫ് -1 ഇതുപോലെ ചെയ്ത് നോക്കുക. -1² + 3 × -1 + 2. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുക അവിടെ 0 ആണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 6 + 0 ബൈ പി ഓഫ് 0 നമ്മൾ ഓൾറെഡി കണ്ടു 2 ആണെന്നുള്ളത്. അപ്പൊ 6 + 0 / 2 = 3 ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ വലിയ അർദ്ധവൃത്തത്തിന്റെ വ്യാസം 8 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ പകുതി വ്യാസമുള്ള 2 ചെറിയ അർദ്ധവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ചെറിയ അർദ്ധവൃത്തത്തിന്റെ ആരം എത്ര? In the figure, the diameter of large semicircle is 8 centimeter. 2 semicircles with half its diameter are drawn. What is the radius of small semicircle? അപ്പൊ അത് എത്രയായിരിക്കും? ടോട്ടൽ എത്ര? 8 സെന്റിമീറ്റർ ആണല്ലോ. അതിന്റെ പകുതി വെച്ചിട്ടാണ് 2 ചെറിയ സർക്കിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ 4ഉം 4ഉം ആവും. ഒരെണ്ണത്തിന്റെ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4ന്റെ പകുതി എത്രയാണ്? 2 സെന്റിമീറ്റർ. അപ്പൊ 2 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാർജ് സെമി സർക്കിൾ. വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവാണല്ലോ കാണേണ്ടത്. πr² ആണ് നമ്മൾ സാധാരണ ഒരു വൃത്തത്തിന്റെ പരപ്പളവ് കാണാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ അർദ്ധവൃത്താണ്, പകുതിയുള്ളോ, അതുകൊണ്ട് πr² / 2. അപ്പൊ ഇവിടെ 6 നമുക്കറിയാം എത്രയാണ്? ടോട്ടൽ 8 ആണ് ആ വലിയ ആ ഒരു സെമി സർക്കിളിന്റെ. അതിന്റെ ആരം എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് 8ന്റെ പകുതി 4 ആണ്. അപ്പോൾ π × 4² / 2, 60π / 2 = 8π cm² വരും.
ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ? അതിൽ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് ചെറിയ സെമി സർക്കിൾ ഉണ്ടല്ലോ, അതിന്റെ പരപ്പളവ് ആ പകുതിയുടെ എത്രയാണെന്ന് നോക്കിയിട്ട് അത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 8π cm². അപ്പൊ ആ 8πന്ന് ആ ചെറിയ രണ്ടെണ്ണത്തിന്റെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ചെറിയത് എത്രയാണെന്ന് നോക്കാം. ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? πr² ആണ് ഒരു വൃത്തത്തിന്റെ മുഴുവനായിട്ടുള്ള പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. പകുതിയും പകുതിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരെണ്ണത്തിന്റെ πr²/2, അടുത്തതിന്റെ πr²/2. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത ഒരൊറ്റ സർക്കിൾ ആവില്ലേ? ആവും. അപ്പൊ അതിന്റെ ഒരു സർക്കിളിന്റെ, ഒരു വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് πr² ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ് നമ്മൾ πr² ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാം, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം പകുതിയിലെ തന്നിട്ടുള്ളൂ, രണ്ടെണ്ണത്തിന്റെ പകുതി തന്നിട്ടുള്ളൂ. അപ്പൊ πr²/2 ആണ് വരേണ്ടത്. പക്ഷെ രണ്ട് പകുതിയും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒരൊറ്റ സർക്കിളായി, ഒറ്റ വൃത്തമായി. അപ്പൊ അങ്ങനെ നമുക്ക് πr² കിട്ടി. ഒരു വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. രണ്ടും കൂടി ഒന്നാക്കിയപ്പോൾ πr² ആയി. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 8ന്റെ പകുതിയായിട്ട് 4. ആ 4ആണ് ഡയാമീറ്റർ വന്നിരിക്കുന്നത്. ഓക്കെ, ആ വൃത്തത്തിന്റെ വ്യാസം, ചെറിയ വൃത്തത്തിന്റെ വ്യാസം 4 വന്നു. അതിന്റെ പകുതിയാണ് റേഡിയസ്, ആരം. അപ്പൊ 2 π × 2² = 4π cm² ആണ് വന്നത്. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗം കിട്ടാനായിട്ട് ടോട്ടല് നമുക്കറിയാം, ആ വലിയ ആ ഒരു അർദ്ധവൃത്തം എന്ന് പറയുന്നത്, സെമി സർക്കിൾ എന്ന് പറയുന്നത് 8π നമ്മൾ മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 8πന്ന് ഇപ്പൊ കിട്ടിയ രണ്ടെണ്ണത്തിന്റെയും കൂടിയിട്ട് നമ്മൾ മൈനസ് ചെയ്തു 4π. അപ്പൊ 4π cm² ആണ് ഷെയ്ഡ് ചെയ്ത ഭാഗം. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് ഓഫ് ദ ഇക്വേഷൻ ബിലോ. ഇതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു മോഡിന്റെ ഉള്ളിലാണ് x+2 എന്ന് പറയുന്നത്, രണ്ട് വരകൾക്കുള്ളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ 5 എന്നുള്ളത് 5 ആവാം, -5 ആവാം, രണ്ട് ഓപ്ഷൻസ് വരും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ വേണം കണ്ടുപിടിക്കാം. അപ്പോൾ x+2 = 5 ആണെങ്കിൽ, x+2 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ അതിൽ x എന്താന്ന് കണ്ടുപിടിക്കാം. +2നെ =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. +2 എന്ന് പറയുന്നത് =ന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. സോ 5 - 2 = 3 അങ്ങനെ കിട്ടാം. അല്ലെങ്കിൽ x+2 എന്ന് പറയുന്നത് അവിടെ ആ മോഡിന്റെ ഉള്ളിൽ എഴുതിയ കാരണം അതിന് നമുക്ക് എന്ത് പറയാം? -5 ആയിട്ടും പറയാം. അങ്ങനെയാണെങ്കിൽ x = +2 ന്റെ ആ ഒരു വശത്തേക്ക് പോകുമ്പോൾ അവിടെയും -2 ആവും. -5 - 2 എന്ന് പറഞ്ഞാൽ രണ്ട് മൈനസ് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇടുക. അപ്പോൾ 5 + 2 7 ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക, -7. ഇനി നെക്സ്റ്റ് വൺ, x - 6 = x+2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. മിഡിൽ നമ്പർ കാണുക. x - 6 = x+2. രണ്ട് നമ്പേഴ്സ് എക്സിൻ്റെ ഒപ്പം കൂട്ടുന്നത് കുറയ്ക്കുന്നത് രണ്ട് സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ 6ഉം 2ഉം എടുക്കുക. 6 എടുക്കുമ്പോൾ -6 ന്റെ അപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? +6 ആയിട്ട് മാറും. 6 പ്ലസ് അവിടെ +2 ആണ് കിടക്കുന്നത്. അത് ന്റെ അപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും. അങ്ങനെയാണല്ലോ. -6 ന്റെ അപ്പുറം പോകുമ്പോൾ +6 ആവും, +2 ന്റെ അപ്പുറം പോകുമ്പോൾ -2 ആവും. അപ്പൊ x അത് രണ്ടും കൂടി കൂട്ടുക. എക്സും പ്ലസ് -2 കൂടി കൂട്ടി അതിന്റെ മിഡിൽ നമ്പർ കാണാൻ പറയുമ്പോൾ /2 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 4/2 ആണ്. അപ്പൊ ആൻസർ 2 ആയിട്ട് കിട്ടും. അതൊരു ട്രിക്കാണ് കേട്ടോ. കാരണം ഇങ്ങനെ നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈൻ ഇടുക. -6 +6 ആക്കിയിട്ട് മാറ്റി, 2 -2 ആക്കിയിട്ട് മാറ്റി. അത് രണ്ടും കൂടി കൂട്ടുക, അതിന്റെ മിഡിൽ നമ്പർ കാണുക. /2 ആണ് മിഡിൽ നമ്പർ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുക. രണ്ട് നമ്പേഴ്സിന്റെ അത് കൂട്ടിയിട്ട് /2 ചെയ്യുമ്പോൾ 4/2 കിട്ടും. അപ്പൊ നമുക്ക് 2 ആണ് ആൻസർ കിട്ടുക. ഇത് മൈൻഡിൽ വെക്കുക കേട്ടോ. 15th question, in the figure the sides of rectangle are 6 cm and 4 cm. A sector is drawn with the vertex as center. ചിത്രത്തിലെ ചതുരത്തിന്റെ വശങ്ങൾ 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണ്. ഇതിന്റെ ഒരു മൂല കേന്ദ്രമാക്കി ഒരു വൃത്താശയം വരച്ചിരിക്കുന്നു. ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യം കേട്ടോ. ചതുരത്തിന്റെ പരപ്പളവ് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതിയാണ്. 6 × 4 24 cm². അടുത്തത് വൃത്താംശത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് സെക്ടർ. ഏരിയ ഓഫ് സെക്ടർ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? πr² × x/360. എക്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ആംഗിൾ /360 ചെയ്യുക. 6 അവിടെ എന്താണ് വരുന്നത്? റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ആ ഒരു ആർക്ക് വരച്ചേക്കുന്ന ഭാഗം നോക്കിയേ. ആ ആർക്ക് വരച്ചേക്കുന്ന ഭാഗത്തില് 4 സെന്റിമീറ്റർ എന്നുള്ള വശം കണ്ട, അതാണ് സെന്ററിൽ നിന്ന് ആ സർക്കിളിന്റെ ഒരറ്റത്തിലേക്കുള്ള സെന്റിമീറ്റർ. അപ്പൊ അതാണ് അവിടുത്തെ 4 എന്ന് പറയുന്നത്. അത് അവിടുത്തെ റേഡിയസ് ആണ് ആക്ച്വലി, അല്ലേ? ആ സർക്കിളിന്റെ ഒരു ഭാഗം ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ 6 എന്ന് പറയുന്നത് 4 ആയി. π × 4² ഇവിടുത്തെ ആ ഒരു ആർക്കിന്റെ ഉള്ളിലുള്ള ആംഗിൾ എത്രയാണ്? അത് നമുക്കറിയാം. ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു റെക്ടാംഗിൾ ആയതുകൊണ്ട്, ചതുരമായതുകൊണ്ട് എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വരിക. അപ്പൊ 90/360. 360 ഇവിടുന്ന് ടോട്ടൽ ആംഗിൾ, ഒരു സർക്കിളിന്റെ അകത്ത് ടോട്ടൽ ആംഗിൾ 360 ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് 360 വന്നു.
ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ 4π cm² ആയിരിക്കും. നിങ്ങളതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് ചോദിച്ചിട്ടുണ്ട്. ടോട്ടലി നമ്മൾ പറഞ്ഞു ആ റെക്റ്റാങ്കിൾ ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 24 cm² ആണെന്ന് പറഞ്ഞു. അതിനുള്ളിലെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ആയിട്ടുള്ള ആർക്ക് അല്ലെങ്കിൽ വൃത്താശയത്തിന്റെ ആ ഒരു അളവാണല്ലോ, പരപ്പളവാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത് 4π. അപ്പൊ 24 ആ 4π മൈനസ് ചെയ്യുക, അതായിരിക്കും അവിടുത്തെ ആൻസർ. നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി, ആൻസർ കാണേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ത്രികോണ സ്തംഭത്തിന്റെ പാദവക്കുകൾ 5 cm, 12 cm, 13 cm എന്നിങ്ങനെയാണ്. സ്തംഭത്തിന്റെ ഉയരം 20 cm ആണ്. സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് എത്ര? The base edge of a triangular prism are 5 cm, 12 cm and 13 cm. Height of the prism is 20 cm. What is the base perimeter of the prism? ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ കാണാനായിട്ട്, ചുറ്റളവ് കാണാനായിട്ട് നമ്മളെല്ലാം കൂടി കൂട്ടിയാൽ മതി. ട്രയാങ്കുലറിന്റെ ആണെങ്കിൽ എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ ഇവിടെ 5, 12, 13 ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വശങ്ങൾ തന്നിട്ടുണ്ട്. ആ വശങ്ങൾ മാത്രം കൂട്ടിയാൽ മതി, അതിന്റെ ഹൈറ്റ് കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, 3 വശങ്ങളും നമ്മൾ കൂട്ടുക. അപ്പം നമുക്ക് 30 സെന്റിമീറ്റർ കിട്ടും. അതാണ് അവിടുത്തെ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത്, പാദ ചുറ്റളവ്. സ്തംഭത്തിന്റെ പാർശ്വതല പരപ്പളവ് കണക്കാക്കുക. ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ പ്രിസം. ഇവിടെ ഇങ്ങനെ ഏരിയ കാണാനൊക്കെ ട്രയാങ്കിളിന്റെ പറയുമ്പോഴാണ് നമുക്ക് എച്ച് ആവശ്യമുള്ളത്. നമ്മുടെ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ഏരിയ പരപ്പളവ് എങ്ങനെ കാണുക? ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ട്രയാങ്കിളിന്റെ കാണാറ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ പ്രിസം ആണ് ചോദിച്ചിരിക്കുന്നത്, പാർശ്വതല പരപ്പളവ്. അത് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഒരു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അത് രണ്ടും ഇൻറ്റു ചെയ്താൽ മതി. ഹൈറ്റ് 20 ആണെന്നറിയാം, പാദ ചുറ്റളവ് ബേസ് പെരിമീറ്റർ 13 ആണെന്നറിയാം, രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, 600 cm². ഇനി നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ പ്രിസം? സ്തംഭത്തിന്റെ ഉപരിതല പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു പാദ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിന് ബേസ് പെരിമീറ്റർ, 2 ഇൻറ്റു ബേസ് പെരിമീറ്റർ പ്ലസ് പാർശ്വതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയംകാരെ എഴുതി വെക്കുക, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും വാക്കുകളൊക്കെ കേട്ടോ. 2 ഇൻറ്റു ബേസ് പെരിമീറ്റർ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ, അതാണ് ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. 2 ഇൻറ്റു പാദ പരപ്പളവ് അല്ലെങ്കിൽ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 ഇൻറ്റു 30 60 പ്ലസ് നമ്മൾ പാർശ്വതല പരപ്പളവ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചില്ലേ 600, അത് രണ്ടും കൂടി കൂട്ടാം. അപ്പോൾ 660 cm² ആൻസർ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 99 ചതുരശ്ര സെന്റിമീറ്ററും 1 മീറ്റർ വീതം കൂട്ടിയാൽ 143 ചതുരശ്ര മീറ്ററും ആകും. ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക. If the sides of a rectangle are decreased by 1 meter, its area would be 99 square centimeter. If it is increased by 1 meter, സെന്റിമീറ്റർ അല്ല മീറ്റർ ആണ് കേട്ടോ. If it is increased by 1 meter, it would be 143 square meter. What is the area of the rectangle? അതാണ് ആദ്യം കാണേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ 2 നമ്പേഴ്സും അറിയില്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? 1 മീറ്റർ കൂട്ടി, അതുപോലെ 1 മീറ്റർ കുറച്ചു, അങ്ങനെ മാത്രമേ അറിയുള്ളൂ. അറിയാത്ത വാല്യൂസിന് നമ്മൾ എപ്പോഴും എന്താ കൊടുക്കുക? എക്സ് വൈ എന്നുള്ള നമ്പേഴ്സ്, ആ ഒരു ആൾജിബ്രിക് ഫോമാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മൾ അതിന് ചതുരത്തിന്റെ വശങ്ങൾ എന്ന് പറയുമ്പോൾ റെക്ടാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞിട്ട് എക്സും വൈയും കൊടുത്തു. ഇനി ഫസ്റ്റ് ലൈൻ വായിക്കുക. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 99 ചതുരശ്ര സെന്റിമീറ്റർ. If the sides of a rectangle are decreased by 1 meter, its area would be 99 square meter. അപ്പൊ ഡിക്രീസ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അത് എവിടെ നിന്നൊക്കെ? നീളത്തൊന്നും കുറയ്ക്കുന്നുണ്ട്, വീതിയിൽ നിന്നും കുറയ്ക്കുന്നുണ്ട്, ലെങ്ത് ഒന്നും കുറയ്ക്കുന്നുണ്ട്, ബ്രെഡ്ത്ത് ഒന്നും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെങ്ത് 1 മീറ്റർ കുറയ്ക്കുമ്പോൾ x-1, ബ്രെഡ്ത്ത് y ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് 1 കുറയ്ക്കുമ്പോൾ y-1. നമുക്കറിയാം റെക്ടാങ്കിളിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അവിടെ തന്നിരിക്കുന്നത് 99. പരപ്പളവ് കാണാനുള്ള, പെരിമീറ്റർ കാണാനുള്ള, ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്ടാങ്കിളിന്റെ. അപ്പൊ ഇവിടുത്തെ ലെങ്ത് എന്താ? x-1, ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്താ? y-1. അപ്പൊ x-1 ഇൻറ്റു y-1 ആദ്യം എഴുതി, ഈക്വൽ ടു 99. ഇനി എന്ത് വേണം? ഇനി നമ്മൾ അതിനെ x-1 y-1 എന്ന് പറയുന്നത് നമ്മളൊന്ന് മാറ്റി എഴുതണം. x-1 y-1 രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? എക്സും ആദ്യം x-1ലെ എക്സിനെ ആദ്യം എടുക്കുക. ആ ഒരു നമ്പറിനുകൊണ്ട് അടുത്ത നമ്പറായ y-1ല് ആരൊക്കെയുണ്ട്? y ഉണ്ട്, -1 ഉണ്ട്. ആ രണ്ടെണ്ണത്തിന് ഇൻറ്റു ചെയ്യിപ്പിക്കുക. അപ്പൊ x ഇൻറ്റു ആദ്യം y, x ഇൻറ്റു y xy,
എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ്. 1 ഇൻറ്റു എക്സ് എക്സ് തന്നെയാണല്ലോ, മൈനസ് വന്നാൽ മൈനസിനും കൂടി എഴുതുക. അടുത്തത് അപ്പം എക്സ് കഴിഞ്ഞു കേട്ടോ. ഇനി എക്സ് -1 ബാക്കി -1 അല്ലല്ലോ. -1 കൊണ്ട് ഇതുപോലെ ചെയ്ത പോലെ തന്നെ അടുത്ത നമ്പറിലെ രണ്ടാളെ കൊണ്ട് ഇൻറ്റു ചെയ്യിപ്പിക്കുക. -1 ഇൻറ്റു വൈ മൈനസ് വൈ, -1 ഇൻറ്റു -1 +1, മൈനസും മൈനസും കൂടിയ പ്ലസ് ആണ് ആവുക. അപ്പോൾ 1 ഇൻറ്റു 1 1 തന്നെ, മൈനസും മൈനസും പ്ലസ് ആയി. അപ്പോൾ +1 = 99. അത് എഴുതി. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇനി അടുത്തത് എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഇപ്പോൾ 1 മീറ്റർ കുറച്ചാൽ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്താൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി 1 മീറ്റർ വീതം കൂട്ടിയാൽ 143 ചതുരശ്ര സെന്റിമീറ്റർ ആകുന്നു. 1 മീറ്റർ ഇതുപോലെ കൂട്ടുകയാണെങ്കിൽ 140. ഇവിടെ ഇപ്പോൾ ആഡ് ആണ് വരുന്നത്, കൂട്ടലാണ് വരുന്നത്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എക്സ് ആണ് സാധാരണ ഒരു ലെങ്ത് നീളം എന്ന് പറയുന്നത്. 1 കൂട്ടി കഴിഞ്ഞാൽ x+1. നേരത്തെ കുറച്ചപ്പോൾ x-1 ആയിരുന്നു കേട്ടോ. ഇനി അതുപോലെ y ആണ്, വൈൻ്റെ ഒപ്പം വീതി അല്ലെങ്കിൽ ആ ഒരു ബ്രെഡ്ത്തിന്റെ ഒപ്പം 1 കൂട്ടി കഴിഞ്ഞാൽ y+1. അത് എത്രയാണെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 143, 143. x+1 ഇൻറ്റു y+1 = 143. ഇനിയിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ആ ബ്രാക്കറ്റ് ഒക്കെ മാറ്റാം. അപ്പോൾ x+1 ഇൻറ്റു y+1 എന്ന് എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ x+1 ആദ്യം എക്സിനെ എടുത്ത് രണ്ടാമത്തെ നമ്പറിലുള്ള വൈനെയും 1നെയും നമ്മൾ ഇൻറ്റു ചെയ്യിപ്പിക്കാം. എക്സ് ഇൻറ്റു വൈ xy, എക്സ് ഇൻറ്റു +1 അവിടെ മൈനസ് അല്ലല്ലോ, പ്ലസ് അല്ലേ, അപ്പോൾ നമ്മൾ +x. 1 ഇൻറ്റു വൈ വൈ, 1 ഇൻറ്റു 1 1 = 143. ഓക്കെ. ഇനി നമ്മൾ എന്ത് വേണം? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനും കൂടി നിങ്ങൾ കൂട്ടി നോക്കുക. നമുക്കതൊന്ന് എക്സും വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനാണ് ഈ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പരപ്പളവ് ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ എക്സും വൈയും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി കൂട്ടണം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? xy - x - y + 1 = 99. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? xy + x + y + 1 = 143. രണ്ടും കൂടി കൂട്ടുമ്പോൾ 99 + 143 കൂട്ടുമ്പോൾ 242, 242. +1 +1, രണ്ട് വണ്ണും കൂടി കൂട്ടുമ്പോൾ 2 ആണ് കിട്ടുക, +2. -y + y, -yയും +yയും വന്ന് അത് കട്ട് ചെയ്ത് 0 ആയിട്ട് മാറും. ഇനി അടുത്തത് -x + x, -x + x കട്ട് ചെയ്ത് 0 ആവും. xy xyയും കൂടി കൂട്ടുമ്പോൾ 2xy. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 2xy + 2 = 242. അപ്പൊ നമുക്കിപ്പോൾ എത്ര വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു? 2xy + 2 = 242. അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പരപ്പളവ് കണ്ട ഇക്വേഷൻ എന്താ? നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, നീളം ഇൻറ്റു വീതിയാണ്. ഇവിടുത്തെ നീളം എത്രയാ? എക്സ്. ഇവിടുത്തെ വീതി എത്രയാ? വൈ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ xy കണ്ടുപിടിച്ചാൽ മതി. അത് മാത്രമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് xyനെ മാത്രം അവിടെ നിർത്തണം, ബാക്കി എല്ലാവരെയും ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് നമ്മൾ കൊണ്ടുപോകാം. 2xy + 2 = 242. അതുവരെയാണ് നമ്മൾ എത്തിയത്. ആദ്യം നമ്മൾ കൊണ്ടുപോകേണ്ടത് ആ +2നെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആവും. അപ്പോൾ 242 - 2, 242 - 2 എത്ര കിട്ടും? 240. xyനെ മാത്രം മതി എന്ന് പറഞ്ഞു, അതാണ് ഏരിയ. x ഇൻറ്റു വൈ എന്ന് പറയുന്നതാണ് ഏരിയ. അപ്പോൾ 2 ഇൻറ്റു xy എന്നല്ലേ 2xyന്റെ അർത്ഥം. ആ ഇൻറ്റു ഈക്വൽ ടുവിന്റെ അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ, ഹരണമായിട്ട് മാറും. അപ്പോൾ 240 / 2 നമ്മുടെ ആൻസർ 120 കിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി 120. നിങ്ങൾക്ക് ഇത് ആദ്യം കാണുമ്പോൾ ടഫായിട്ട് തോന്നും. നിങ്ങൾ ഓരോ സ്റ്റെപ്പും എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. ഇതുപോലെ എന്നിട്ട് കാണാണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതുപോലെ ഇവിടെ നമ്മൾ 1 മൈനസ് ചെയ്തത്, നിങ്ങൾ 2 മൈനസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇപ്പം ഞാൻ 1 മൈനസ് ചെയ്ത് നിങ്ങൾ 2 മൈനസ് ചെയ്തിട്ട് x-1 എന്നുള്ളത് x-2 y-2 അങ്ങനെ ആക്കിയിട്ട് ആരെങ്കിലും ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ആൻസർ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇടുക കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പഠിച്ചോളോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. xy കാണാനുള്ള കാരണം എന്താണ്? x നമ്മുടെ ലെങ്ത്തും y നമ്മുടെ ബ്രെഡ്ത്തും ആണ് അല്ലെങ്കിൽ വിഡ്ത്താണ്, നീളവും വീതിയാണ്. നീളവും വീതി ഇൻറ്റു ചെയ്താലാണ് നമുക്ക് ഏരിയ, പരപ്പളവ് കിട്ടുക. അതുകൊണ്ടാണ് xy = 120 എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് xy + x + y + 1 = 143. അതിൽ നിന്ന് മൈനസ് xy - x - y + 1 = 99. 143 നിന്ന് 99, 143 നിന്ന് 29 മൈനസ് ചെയ്താൽ 44 കിട്ടും. ഇനി +1 - +1 എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് മൈനസ് ഒരുമിച്ച് വന്നാൽ മൈനസ് ആണ്. അപ്പോൾ +1 നിന്ന് ആ ഒരു 1 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 0.
അടുത്തത് ഇതുപോലെ തന്നെ പ്ലസ് വൈ മൈനസ് മൈനസ് വൈ അങ്ങനെയാണ് വരിക. പ്ലസ് വൈ മൈനസ് മൈനസ് വൈ. ഒരു മൈനസ് അവിടെ കോമൺ ആയിട്ടുള്ളത് നമ്മൾ കുറയ്ക്കുക എന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ വൈൻ്റെ ഒപ്പം ഉള്ളത് മൈനസ്. അപ്പോൾ ആ വൈയും ഒരുമിച്ച് വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് വൈ വരും. അപ്പോൾ എന്താവും 2y ആയി. ഇനി അതുപോലെ തന്നെ അടുത്തത് എക്സിന്റെ കാര്യം പറഞ്ഞു. പ്ലസ് എക്സ് മൈനസ് മൈനസ് എക്സ്. അപ്പോൾ എത്ര വരിക? പ്ലസ് എക്സും കൂടി കൂട്ടി കഴിഞ്ഞാൽ 2x. എക്സ് വൈ മൈനസ് എക്സ് വൈ. എക്സ് വൈ പോയി കഴിഞ്ഞാൽ 0. അപ്പം അതില്ല. അപ്പം ഇനി നമ്മുടെ കയ്യിലുള്ളത് 2x പ്ലസ് 2y പ്ലസ് 0. ആ 0 കൂട്ടണ്ട. 2x പ്ലസ് 2y ഈക്വൽ ടു 44 ആണ്. ആ 2 രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ 2 ഔട്ട് സൈഡ് എടുത്തു. 2 ഇൻറ്റു എക്സ് പ്ലസ് 5 ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈന്ന് എഴുതി. അതെന്തുകൊണ്ടാണ്? രണ്ട് സ്ഥലത്തും 2 വരുന്ന കാരണം. ഇനി നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് എക്സിനും വൈനും ഓരോരുത്തരും കണ്ടുപിടിച്ചാൽ പോരെ. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം 2ന് കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 44 എന്ന് കിടക്കണോടത്ത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു ഈക്വൽ ടുൻ്റെ അപ്പുറം പോകുമ്പോൾ ഹരണം ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ 44 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 22 കിട്ടും. ഓക്കെ, എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 22 ആണല്ലോ. അതുപോലെ മുകളിൽ നോക്കിയേ, എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 120 ആണ്. ഇങ്ങനെ രണ്ട് നമ്പേഴ്സിന്റെ പ്ലസും ഇൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇത്രയാണ്. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഏതോ രണ്ട് നമ്പർ, രണ്ട് നമ്പർ എന്ന് പറയുന്നത് എക്സിന്റെയും വൈൻ്റെയും നമുക്ക് ഇവിടെ സെയിം ആയിട്ടാണല്ലോ കിട്ടുക. സെയിം ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോഴും എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോഴും എക്സിന്റെ വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും, നമുക്കറിയാതെ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് രണ്ട് നമ്പർ കൂട്ടുമ്പോൾ 22ഉം രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ 120ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 12 ഉണ്ട് 10 ഉണ്ട്. 12ഉം 10ഉം കൂട്ടി കഴിഞ്ഞാൽ 22. 12ഉം 10ഉം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 120. അങ്ങനെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. അങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതറിയാത്ത ആൾക്കാർക്ക് ആദ്യമായി ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ഒരു മോഡലിൽ എന്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ സമഷഡ്ഭുജത്തിന്റെ ഒരു വശത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ മൂലകൾ കേന്ദ്രമാക്കിയും വശത്തിന്റെ പകുതി ആരമാക്കിയും വൃത്താശയം വരച്ചിരിക്കുന്നു. ഈ വൃത്താശയത്തിന്റെ കേന്ദ്ര കോണിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ഫിഗർ, വൺ സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 6 സെന്റിമീറ്റർ. സെക്ടേഴ്സ് ആർ ഡ്രോൺ വിത്ത് വേർട്ടിക്സ് ഓഫ് ദ ഹെക്സഗൺ ആസ് സെന്റർ. ഓരോ വേർട്ടിക്സുകളും സെന്റർ ആക്കിയിട്ടാണ് ഓരോന്നും സെക്ടേഴ്സും വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗിൾ ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ നമുക്കറിയാം 120 ഡിഗ്രിയാണ് വരിക. ഇനി വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ? സമഷഡ്ഭുജത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 6 ഭാഗങ്ങളാണുള്ളത്, ഓരോന്നും 6 സെന്റിമീറ്റർ ആണ്. 6 × 6 = 36 സെന്റിമീറ്റർ. ഇനി അവിടുത്തെ ഷെയ്ഡഡ് റീജിയൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ചുറ്റളവ്. അപ്പം അത് കാണാനായിട്ട് നമ്മൾ അതിൻ്റെ ബൗണ്ടറി ലൈൻസ് ആയിട്ടുള്ള ആ ഓരോ ലൈൻസിൻ്റെ അളവുകൾ നമുക്ക് വേണം. ഓക്കെ, അപ്പം അതിന് നമ്മൾ 36 എടുത്തു. ആ ബൗണ്ടറി ലൈൻസ് നോക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മുടെ ആർക്കിൻ്റെ ഇതൊക്കെ ഓരോന്ന് ആർക്കാണല്ലോ, അതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് 120/360 × 2πr. ഇവിടെ ഒരെണ്ണമാണ് 120 വന്നിരിക്കുന്നത്. ഇവിടെ എത്ര ഭാഗമുണ്ട്? 6 ഭാഗമുണ്ട്. അപ്പോൾ 6 × 120/360 × 2πr. 2π × 6 എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് ഇവിടെ 6 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ പകുതി 3. ഇനി ആൻസർ നമുക്ക് 36 + 12π ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ 36 വന്നിരിക്കുന്നത്. നമുക്ക് ആ ബൗണ്ടറി ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 36 വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ. പരപ്പളവ് 100 ചതുരശ്ര സെന്റിമീറ്റർ ആയ ചില ചതുരങ്ങളുടെ നീളവും വീതിയും പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ ഓഫ് 100 സ്ക്വയർ സെന്റിമീറ്റർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അവിടെ 50 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ വീതി 50, 100/50 = 2. ഇനി 20 തന്നിട്ടുണ്ട്. അവിടെ ആൻസർ 5 ആണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ്? 100/20 5. അപ്പോൾ ആ പട്ടിക പൂർത്തിയാക്കാനാണ്, കംപ്ലീറ്റ് ദ ടേബിൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 10 എത്രയായിരിക്കും? 100/10 = 10 ആണ് കിട്ടുക. ഇനി 4 എത്രയായിരിക്കും? 100/4 = 25 ആണ് കിട്ടുക. പട്ടിക ഉപയോഗിച്ച് നീളം x സെന്റിമീറ്റർ, വീതി y സെന്റിമീറ്റർ എന്നെടുത്ത് ഇവ തമ്മിലുള്ള ബന്ധം ബീജഗണിത സമവാക്യത്തിൽ എഴുതുക. യൂസിംഗ് ദ ടേബിൾ, റൈറ്റ് ദ റിലേഷൻ ആസ് ആൻ ആൾജിബ്രൈക് ഇക്വേഷൻ ബൈ ടേക്കിംഗ് ലെങ്ത് ആസ് x സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ആസ് y സെന്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ആൾജിബ്രൈക് ഇക്വേഷൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ലെങ്ത്, നീളം x ആയിട്ട് കൊടുത്തു, ബ്രെഡ്ത്ത്, വീതി y ആയിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ അവിടുത്തെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പറയുന്നത്? 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100/50 = 2 ആണ്. അപ്പം 50ന്റെ സ്ഥാനത്ത് x വന്നു കഴിഞ്ഞാൽ 100/x ആണ് y എന്ന് പറഞ്ഞ നമ്പർ.
അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് 100 ആവും. എക്സ് വൈ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സിനെ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറം കൊണ്ടുവന്നപ്പോൾ ഇവിടെ 100/x ഡിവിഷൻ ആയിരുന്നു. ഈക്വൽ ടുൻ്റെ അപ്പുറം വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും, ഗുണനമായിട്ട് മാറും. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് 100 ആയിട്ട് കിട്ടി. ഇങ്ങനെയും നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതാൻ പറ്റും കേട്ടോ. ഇനി നീളവും വീതിയും വിപരീത അനുപാതത്തിലാണെന്നാണ് തേർഡ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഹൗ ഡു വി സ്റ്റേറ്റ് ഇൻ ദ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ? അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് അത് തന്നെ, അനുപാതം, പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നീളവും വീതിയും വിപരീത അനുപാതത്തിലാണ്. കാരണം എങ്ങനെയാ? y ഈക്വൽ ടു 100/x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം വിപരീതമായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന ബഹുപദത്തിന്റെ ചിത്രരൂപം വരയ്ക്കാനാണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ്, എക്സ് എന്ന് പറയുന്നത് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 1 മൈനസ് 2 എത്രയാ? 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇടുക. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ചാൽ 1, വലുതിന്റെ സൈൻ, 2ന്റെ സൈൻ മൈനസ് ആണല്ലോ, -1. അപ്പോൾ പി ഓഫ് എക്സ് നമ്മൾ അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ -1 വരും താഴെ. പി ഓഫ് എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ താഴെ എത്ര വരും? 0 - 2 വരും, വൈയെ. ഓക്കെ. അപ്പോൾ പി ഓഫ് എക്സിന് നമ്മൾ 0 കൊടുത്ത് നോക്കുക, ആ കിട്ടുന്ന വാല്യൂ ആണ് വൈയുടെ വാല്യൂ. അപ്പോൾ എക്സ് എത്രയാ? 0, -2 കിട്ടി. പി ഓഫ് എക്സ് 1 കൊടുക്കുക, അപ്പോൾ എക്സിൽ 1 എഴുതുക, അവിടെ കിട്ടുന്ന വാല്യൂ -1. പി ഓഫ് എക്സ് 2 കൊടുക്കുക, അപ്പോൾ എക്സ് -2 എന്ന് വെച്ചാൽ 2 - 2 0. അപ്പോൾ എക്സിൽ 2 ആകുമ്പോൾ വൈയിൽ 0. അങ്ങനെ ആദ്യം ബോക്സ് വരയ്ക്കുക. അതിനുശേഷം 0ഉം -2ഉം വരുന്നത് എവിടെയാണ്? 0 - 2 താഴേക്കാണ് വരിക കേട്ടോ, അവിടെ പോയിന്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് 1ഉം -1ഉം, എക്സിൽ 1, വൈയിൽ -1 വരുന്നത് എവിടെയാണ്? അവിടെ പോയിന്റ് ഇടുക, അവർ ജോയിൻ ചെയ്യുന്ന സ്ഥലം. പിന്നെ 2ഉം 0ഉം, 2ഉം 0ഉം വരുന്നത് അവിടെ ലൈനുമേ ആയിരിക്കും, അവിടെ പോയിന്റ് ഇടുക. നെക്സ്റ്റ് 3ഉം 1ഉം, 3 എവിടെയാണോ വരുന്നത്, 1 എവിടെയാണ് വരുന്നത്, അത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് പോയിന്റ് ഇട്ടു. എന്നിട്ട് ആ പോയിന്റ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു ഗ്രാഫ് കിട്ടും കേട്ടോ. ഒന്നുമില്ല, ഈ ഒരു ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പി ഓഫ് എക്സിന് 0, 1, 2, 3, 4 അങ്ങനെ നമ്പേഴ്സ് മാറി കൊടുക്കുക. അതിനനുസരിച്ച് എക്സ് -2 എന്ന് പറഞ്ഞ ഭാഗത്ത് കിട്ടുന്ന വാല്യൂസ് ഒക്കെ വൈയിലേക്ക് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഒരു കർഷക ക്ലബിലെ അംഗങ്ങളുടെ എണ്ണം പ്രായത്തിനുമനുസരിച്ച് തരംതിരിച്ച പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ക്ലബിലെ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് ആദ്യത്തെ ചോദ്യം. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ ദ ക്ലബ്ബ്? അപ്പം നമ്മൾ എന്ത് വേണം? അംഗങ്ങളുടെ എണ്ണം മുഴുവൻ കൂട്ടുക. 8 + 6 + 10 + 7 + 4 + 5 14, 40 ആൻസർ. ഫൈൻഡ് ദ മീൻ ഏജ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ്ബ്. ഇനി അവിടെയുള്ള മീൻ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലബിലെ അംഗങ്ങളുടെ പ്രായത്തിന്റെ മാന്ദ്യം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്താ വേണ്ടത്? 40 വയസ്സുള്ള 8 പേരുണ്ട്. അപ്പൊ 40 × 8 320 പേരുണ്ട് കേട്ടോ. 45 വയസ്സുള്ള 6 പേരുണ്ട്. അപ്പൊ 45 × 6 270. അങ്ങനെ ഓരോ ആൾക്കാരുടെയും എണ്ണം ടോട്ടൽ കാണുക. ടോട്ടൽ ബൈ എത്ര എണ്ണമുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ടോട്ടലിന് നമ്മൾ കണ്ടു 1920 എത്ര മെമ്പേഴ്സ് ഉണ്ട് അവിടെ? 40 ആൾക്കാർ. അപ്പോൾ 40 നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലബിലെ അംഗങ്ങളുടെ പ്രായത്തിന്റെ മാന്ദ്യമാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏജിന്റെ മീനാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഏജും നമ്പർ ഓഫ് മെമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് അതെല്ലാം കൂട്ടിയതിന് ശേഷം നമ്പർ ഓഫ് മെമ്പേഴ്സിനോട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് 48 ആൻസർ കിട്ടും. ക്ലിയർ ആയില്ലേ? അടുത്ത സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യനിൽ 22 തൊട്ട് 29 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനി 6 ആണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. ഫസ്റ്റ് 1. ചിത്രത്തിൽ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ ഒരു മൂല കേന്ദ്രം വൃത്തം വരച്ചിരിക്കുന്നു. വൃത്തങ്ങൾ ആരം 6 സെന്റിമീറ്റർ ആണ്. ഇൻ ദ ഫിഗർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെന്റർ as one vertex of an equilateral triangle outside 10 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 6 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്കറിയാം ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് അവർ അവിടുന്ന് വരച്ചിരിക്കുന്നത്. അതിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വൃത്തത്തിന്റെ അകത്താണ് ആണല്ലോ. ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? 3 ആംഗിളും 3 വശങ്ങളും തുല്യമായിരിക്കും. അത് നമുക്കറിയാം. 3 ആംഗിളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിൾ ത്രികോണത്തിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഈ 180 മൂന്നാൾക്കും തുല്യമായി കൊടുക്കുമ്പോൾ ഒരാൾക്ക് 60 ഡിഗ്രിയാണ് വരിക. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം BAC എത്രയാണ്? BAC എന്ന് പറയുന്നത് BAC = ACB = അതുപോലെ ABC, ഈ 3 ആംഗിൾസും തുല്യമായിരിക്കും. 60 സെന്റിമീറ്റർ ആണ് 3 ആംഗിൾസും വരിക. അപ്പോൾ ആ വൃത്തത്തിന്റെ അകത്തുള്ള BAC എന്ന് പറഞ്ഞ ഒരു ഭാഗം 60 സെന്റിമീറ്റർ ആയിരിക്കും. 60 സെന്റിമീറ്റർ അല്ല, 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഷെയ്ഡ് ചെയ്യാത്ത വൃത്താശയത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ അൺഷെയ്ഡഡ് റീജിയൻ. ആ ഒരു അൺഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉള്ളതാണല്ലോ. അപ്പോൾ നമുക്കറിയാം ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളൊരു സർക്കിളിന്റെ
ആർക്ക് ലെങ്ത് ആണ് ഇവിടെ കാണുന്നത്. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പൈ ആർ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ആംഗിൾ ബൈ 360. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. പൈ ഇൻറ്റു ആറ് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ റേഡിയസ്. അപ്പോൾ 6 സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ആംഗിളും നമുക്കറിയാം 16/360 ഈക്വൽ ടു 360/6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടുക. അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളുടെ ആകെ പരപ്പളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി നമുക്ക്? ആദ്യം തന്നെ വൃത്തത്തിന്റെ പരപ്പളവ് കാണുക, ഏരിയ കാണുക സർക്കിളിന്റെ. അതിങ്ങനെ കാണുക, പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 6 സ്ക്വയർ ഈക്വൽ ടു പൈ ഇൻറ്റു 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 36. എങ്ങനെയാണ് ഈ ഒരു 6 കിട്ടിയിരിക്കുന്നത്? 6 എന്ന് പറയുന്നത് അടുത്ത റേഡിയസ് ആണ് കേട്ടോ. അപ്പോൾ 36 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാം. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? എ ഈക്വൽ ടു √3a²/4 ആണ് നമ്മൾ ചെയ്യുക. √3 ഇൻറ്റു ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഒരു സൈഡാണ്, അത് 10 ആണ്. 10² 4 ഈക്വൽ ടു 25√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുക. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൃത്തത്തിന്റെ മുഴുവനായിട്ട് നമ്മൾ കണ്ടത്, വൃത്തത്തിന്റെ പരപ്പളവ് മുഴുവനായിട്ട് കണ്ടത് 36 ആണല്ലോ. അതിൽ നമ്മുടെ ആ ഒരു ചെറിയ ഭാഗം നമ്മൾ മൈനസ് ചെയ്ത് കളയാതെ, ചെറിയ ഭാഗം നമ്മൾ ഓൾറെഡി ആ സെക്ടർ അല്ല ആർക്ക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് 6 പൈ എന്നുള്ളത്. അപ്പം 36ന്ന് 6 എടുത്ത് കളഞ്ഞാൽ ബാക്കി 30 പൈ പ്ലസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് ഉണ്ടല്ലോ, അതിൽ നിന്ന് അത് 25√3 ആണ്. അതിൽ നിന്നും എന്ത് വേണം? നമ്മുടെ ആ ചെറിയ ആർക്കിലാണല്ലോ കളർ ചെയ്യാത്തത്, ഷെയ്ഡ് ചെയ്യാത്തത്. അതിൽ നിന്നും ആ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ മാത്രം എടുക്കുമ്പോൾ അതിന്റെ മുഴുവൻ ആ ഒരു പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു, 25√3 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും ഇതുപോലെ 6 പൈ മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ ആണ് ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ്. അപ്പൊ ആദ്യം നമ്മൾ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടു, അതിൽ നിന്ന് ആ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം മൈനസ് ചെയ്തു, അങ്ങനെ 30 പൈ വന്നു. പിന്നെ നമ്മൾ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടു, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? 6 പൈ മൈനസ് ചെയ്തു. അങ്ങനെ നമുക്ക് 24 പൈ പ്ലസ് 25√3 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരുമിച്ച് 30 പൈ പ്ലസ് 25√3 മൈനസ് 6 പൈ അങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ 6 പൈ മൈനസ് ചെയ്തേക്കുന്നത് കേട്ടോ. 25√3 ആയതുകൊണ്ട് നമ്മൾ ആ റൂട്ട് ഇല്ലാത്ത നമ്പർ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു, പൈ വാല്യൂസ്. ആ 30ൽ നിന്ന് നമ്മൾ 6 കുറച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമചതുര സ്തംഭാകൃതിയിലുള്ള ഒരു മെഴുകുകട്ടയുടെ പാദവക്കിന്റെ നീളം 12 സെന്റിമീറ്ററും ഉയരം 25 സെന്റിമീറ്ററുമാണ്. ഇതിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള ഒരു വൃത്തസ്തംഭം ചെത്തിയെടുക്കുക. എ ബ്ലോക്ക് ഓഫ് വാക്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പ്രിസം ഓഫ് ബേസ് എഡ്ജ് 12 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെന്റിമീറ്റർ. സിലിണ്ടർ ഓഫ് മാക്സിമം സൈസ് ഈസ് കർവ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു മാക്സിമം സൈസ് ഉള്ള ഒരു വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ എടുത്തു. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാണ്. വൃത്തസ്തംഭത്തിന്റെ ആരം എത്രയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇവിടെ നമ്മളോട് ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവര് ഒരു മെഴുകുകട്ടയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സമചതുരമാണ്. ആ സമചതുരത്തിന്റെ ആ ഒരു പ്രിസമാണ് ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സിലിണ്ടർ ചെത്തിയെടുക്കുന്നത്. അപ്പൊ അതിന് തൊട്ടപ്പുറത്ത് ഒരു സിലിണ്ടർ ഷേപ്പിലുള്ളതും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വശം, ആ ഒരു ബ്ലോക്കിന്റെ ഒരു വശം എന്ന് പറയുന്നത് ആ ഒരു സിലിണ്ടറിന്റെ ഡയാമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നതാണ്, ഡയാമീറ്ററിന്റെ പകുതിയാണല്ലോ റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിലിണ്ടറിന്റെ റേഡിയസ് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ് അതിന്റെ ഒരു പാദവക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതിന്റെ ആ ഒരു ബേസ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പകുതി 6 സെന്റിമീറ്റർ ആണ് നമ്മുടെ സിലിണ്ടറിന്റെ റേഡിയസ് ആയിട്ട് വരിക. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ആ 2 പിക്ചറും തന്നിരിക്കുന്നത്. ഇവിടെ റേഡിയസ് ആരം 6 എന്ന് പറഞ്ഞിട്ട് 6 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട ഇക്വേഷൻ πr² ആണ്. പൈ ഇൻറ്റു ഇവിടെ 6 സെന്റിമീറ്റർ ആണ്, 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25 25 എല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 900 പൈ സെന്റിമീറ്റർ ക്യൂബ് കിട്ടി. Next is E question. How many identical cubes of side 1 centimeter can be made by using the remaining wax? ശേഷിക്കുന്ന മെഴുക് ഉപയോഗിച്ച് വക്ക് 1 സെന്റിമീറ്റർ ആയ എത്ര സമചതുര കട്ടകൾ നിർമ്മിക്കാമെന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി എത്രയുള്ളതെന്നുള്ളത് ആദ്യം അറിയണം. അത് കഴിഞ്ഞിട്ട് വേണം അതിൽ നിന്ന് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ വലിയ സമചതുര കട്ട ഉണ്ടായിരുന്നല്ലോ, അത് എത്രയുണ്ട്, അതിന്റെ വോളിയം എന്നറിയണം, അതിന്റെ വ്യാപ്തം അറിയണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഒരു സിലിണ്ടർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് മൈനസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ അതിനായിട്ട് ഞാൻ ആദ്യം എന്ത് കണ്ടു? സമചതുര സ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം, ഇംഗ്ലീഷ് മീഡിയംകാരെ എഴുതുക കേട്ടോ, ഈക്വൽ ടു a²h ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ. a² എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വശമാണ് a. അപ്പൊ 12² ഇൻറ്റു h ഹൈറ്റ് 25 3600 കിട്ടും.
ഇനി ബാക്കി വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3600 നിന്ന് സിലിണ്ടർ കട്ട് ചെയ്തെടുത്തുല്ലോ, അപ്പൊ അതും കൂടി മൈനസ് ചെയ്യാം. 900 മൈനസ് ചെയ്യുമ്പോൾ 774 സെന്റിമീറ്റർ ക്യൂബ്, 774 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സമചതുര കട്ടകളുടെ എണ്ണം കാണാനായിട്ട് 774/1 ക്യൂബ് കാണുക. 1 സെന്റിമീറ്റർ ആണല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ 774 ആ ഒരു ബാക്കിയുള്ള ഭാഗത്തിന് 1 സെന്റിമീറ്റർ വെച്ച് എത്ര എണ്ണം കിട്ടും, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ എന്നുള്ള അളവിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനായിട്ടാണ് 774/1 ക്യൂബ് കണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയാ? 774 തന്നെയാണ് നമുക്ക് കിട്ടുക. 774 ബ്ലോക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഓഡിറ്റോറിയത്തിൽ സമചതുര സ്തംഭാകൃതിയിലുള്ള 15 തൂണുകളുണ്ട്. തൂണിന്റെ പാദവക്കിന്റെ നീളം 40 സെന്റിമീറ്ററും ഉയരം 4 മീറ്ററും ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ഒരു ടൈപ്പ്. ഇൻ ആൻ ഓഡിറ്റോറിയം there are 50 pillars in the shape of square prism. The base edge of the pillar is 40 centimeter and height is 4 meter. What is the lateral surface area of one pillar? അങ്ങനെയാണെങ്കിൽ ഒരു തൂണിന്റെ പാർശ്വതല പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ നിങ്ങൾ ആദ്യം ഇറക്കി എഴുതണം. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു വശം തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ ബേസ് എഡ്ജ്. എച്ച് ഹൈറ്റ് 4 മീറ്റർ തന്നിട്ടുണ്ട്. പാർശ്വതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ് നമ്മൾ ചെയ്യുക. എന്ന് പറയുമ്പോൾ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ ചെയ്യുക. അതിലെ പാദ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത്, അവിടെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 4 ഇൻറ്റു സൈഡ് ആണ് ചെയ്യുക. അത് തന്നെ 4 ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് ഇവിടെ 40 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ഒരു വശം എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? 40 എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ്, ഹൈറ്റ് മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 40 സെന്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 0.4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 40 സെന്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? 4 ഇൻറ്റു 0.4 ഇൻറ്റു ഉയരം എത്രയാ? 4 ആണ്. അപ്പൊ ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 6.4 മീറ്റർ സ്ക്വയർ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ തൂണുകൾക്കും ചായം അടിക്കാൻ ചതുരശ്ര മീറ്ററിന് 90 രൂപ നിരക്കിൽ ആകെ എത്ര രൂപ ചെലവാക്കും? What is the total cost of painting all the pillars at ₹90 per square meter? എല്ലാ തൂണിലും പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര തൂണുണ്ട്? 15 തൂണുകൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 15 തൂണിനും എത്ര സ്ഥലം ഉണ്ട് എന്നുള്ളത് ആദ്യം അറിയണം, എത്ര പരപ്പളവ് ഉണ്ട് എന്നുള്ളത്. അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിന് 90 രൂപ എന്നുള്ള നിരക്കിൽ നമുക്ക് പെയിന്റ് അടിക്കാനായിട്ട്. അപ്പൊ 15 തൂണുകളുടെ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത്, അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 15 ഇൻറ്റു ഓൾറെഡി നമ്മൾ അതിന്റെ പാർശ്വതല പരപ്പളവ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടിട്ടുണ്ട് 6.4 മീറ്റർ. 15 ഇൻറ്റു 6.4 ഇൻറ്റു ചെയ്യുമ്പോൾ 96 മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പൊ ഇത് ഇത്രയും ഭാഗത്താണ് പെയിന്റ് അടിക്കേണ്ടത്. അതിൽ ഒരു ചതുരശ്ര സെന്റിമീറ്ററിന് 90 രൂപ, ഒരു സ്ക്വയർ മീറ്ററിന് 90 റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമുക്കിപ്പോ എത്ര സ്ഥലം ഉണ്ട് കയ്യില്? ഇപ്പൊ നമ്മുടെ കയ്യിൽ 96 മീറ്റർ ഉണ്ട്. അപ്പൊ 96 ഇൻറ്റു 19, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 8614. 8640 ആണ് ആകെ ഈ 15 തൂണിന് പെയിന്റ് അടിക്കാൻ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ പാർശ്വതല പരപ്പളവ് കണ്ടു. അത് കാണാനായിട്ട് പെരിമീറ്റർ ഇൻറ്റു ഉയരമാണ് നമ്മൾ ചെയ്യുക. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു സൈഡ് ആണ്. 40 സെന്റിമീറ്ററിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. സെന്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.4 ആയി. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് 6.4 കണ്ടു. പിന്നെ 15 തൂണുകൾക്ക് പെയിന്റ് അടിക്കണം. അപ്പൊ അതിന് വേണ്ടത് എത്ര സ്ഥലം ഉണ്ടെന്ന് ആദ്യം അറിയണം. അപ്പൊ 15 ഇൻറ്റു 6.4 കണ്ടു. അങ്ങനെ നമ്മൾ 96 മീറ്റർ സ്ക്വയർ, അത്രയും സ്ഥലത്ത് പെയിന്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി അത്രയും സ്ഥലത്ത് പെയിന്റ് ചെയ്യാൻ എത്ര രൂപയാണ്? 90 രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന്. അപ്പോൾ ഇത്രയും ഭാഗത്ത് 96 മീറ്റർ സ്ക്വയറിലെ പെയിന്റ് അടിക്കാൻ 96 ഇൻറ്റു 90 ചെയ്തു. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ അതേ കോണുകളും വശങ്ങളെല്ലാം 1.5 മടങ്ങുമായി ചതുർഭുജം വരയ്ക്കുക. See the picture of the given quadrilateral. Draw the quadrilateral with the same angles and the side scaled by 1.5 times. പിക്ചർ അവിടെ ഞാൻ സൈഡിൽ വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. ഞാൻ അത് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഓൾറെഡി നമുക്ക് അത്യാവശ്യം സമയമായിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യണം കേട്ടോ. ഡൗട്ട്സ് വന്നാൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ചോദിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്പോൾ അപ്ലോഡ് ചെയ്യാം. Next question. In the figure, AB equal to 12 centimeter, AC is to CB equal to 2:1. PQ is the bisector of angle ACD. What is the measure of BCQ? ഇവിടെ പറയുന്നത് ചിത്രത്തിൽ AB എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. AC is to CB എന്ന് പറയുന്നത് 2:1 റേഷ്യോയിലാണ്. ACD എന്ന് പറയുന്നത് ACDയുടെ ഒരു സമഭാജ്യമാണ് PQ എന്ന് പറഞ്ഞിരിക്കുന്നത്. സമഭാജ്യം എന്ന് വെച്ചാൽ അതിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആള്. ഓക്കെ, അപ്പോ ഇവിടെ ആംഗിൾ BCQയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. BCQ ട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൈനുമേ വേറൊരു ലൈൻ വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എത്ര? 180 ആവും.
അപ്പോൾ ഓൾറെഡി DCB 90 ഡിഗ്രി ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടല്ല, നമുക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ പോലെ അവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹാഫ് സ്ക്വയർ പോലെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് 90 ഡിഗ്രി എന്നാണ്. അങ്ങനെയാണെങ്കിൽ DCB 90 ആയാൽ DCAയും 90 ഇനി അവർ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ACD അതിന്റെ സമഭാജ്യാണ് PQ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 90 ഡിഗ്രിയെ അവര് ഈക്വൽ ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അവിടെ DCP 45 ഡിഗ്രി ആയി, അതുപോലെ PCAയും 45 ഡിഗ്രി ആയില്ലോ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് BCQ എത്രയാന്നുള്ളതാ. PCA ആ ഫിഗറിൽ എല്ലാവരും നോക്കുക കേട്ടോ. PCA എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെങ്കിൽ BCQവും 45 ഡിഗ്രിയാണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. DCB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ DCAയും 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രീനെ PQ എന്ന് പറഞ്ഞ ലൈൻ സമഭാജിയാക്കുന്ന കാരണം, ബൈസെക്ടർ ആക്കുന്ന കാരണം 90നെ 45 ആയി കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിരെയുള്ള കോണുകൾ എപ്പോഴും തുല്യമാണ്. അതുകൊണ്ട് PCAയും BCQവും 45 ഡിഗ്രി ആയി. ഓക്കെ, ഇനി AC ഈക്വൽ ടു എത്രയാണ്, CB ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2:1 ആണ് റേഷ്യോ. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 2 + 1 3 ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ളത് എത്രയുണ്ട്? 12 സെന്റിമീറ്റർ ആണ് നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത്, ഫിഗറിൽ AB എന്ന് പറയുന്നത്. അപ്പൊ അതിൽ AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 12/3 ചെയ്യുക. അപ്പൊ നമുക്ക് 4 കിട്ടും. അപ്പൊ അതിൽ ഒരു അംശം കിട്ടി 4 ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു അംശമാണ് 4. അപ്പൊ 1:2 എന്ന് പറഞ്ഞാൽ 4:8. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് AC:CB ആണ് 2:1. അപ്പൊ AC:CB 2:1 ആണ്. അപ്പൊ എങ്ങനെ എഴുതും? 8:4. ഇതില് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ACയുടെ ലെങ്ത് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ AC എത്രയായി? 8ആയി. CB എത്രയായി? 4ആയി. ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ആ ഒരു ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ വൃത്താംശത്തിന്റെ പരപ്പളവ് ആദ്യം കാണണം. πr² ഇൻറ്റു x/360. പൈ ഇൻറ്റു ഇവിടെ ആ ഒരു വലിയ വൃത്താംശം എന്ന് പറയുമ്പോൾ AC വരെയാണല്ലോ ആ ഒരു വൃത്തത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. AC എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയിരുന്നു, അങ്ങനെയല്ലേ? അപ്പോ AC-യുടെ ആ ഒരു 8 വേണം നമ്മൾ അതിന്റെ റേഡിയസ് ആയിട്ട് എടുക്കാൻ. അത് റേഡിയസ് ആണല്ലോ, അത് മുഴുവനായിട്ട് വരച്ചിട്ടില്ല, പകുതിയായിട്ടേ വരച്ചിട്ടുള്ളൂ. ഞാൻ അവിടെ താഴെ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിന്റെ സെമി സർക്കിൾ ഭാഗമാണ് ബ്ലൂവിൽ വരച്ചേക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് അവിടെ ആ ഒരു ഗ്രീൻ കളർ കൊണ്ട് വരച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ റേഡിയസ് എന്താ? 6 ആയിട്ടാണ് വരിക. അപ്പൊ നമ്മൾ ആ ഒരു 6 എടുത്തു. πr² ഇൻറ്റു x/316. പൈ ഇൻറ്റു 6 8ആയി. 8² ഇൻറ്റു അവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. 90/360. അപ്പൊ 64 π/4 വന്നു. അപ്പൊ നമുക്ക് 16 π സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഇപ്പൊ നമുക്ക് വലിയ വൃത്താംശം കിട്ടി. ഇനി നിങ്ങൾ ആ CBQ എന്ന് പറഞ്ഞ ചെറിയ വൃത്താംശം നോക്കിയേ, അതിന്റെ കിട്ടണ്ടേ? അവിടുത്തെ റേഡിയസ് എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞു ആ 2:1 റേഷ്യോയില് CB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോ അവിടെ πr² ഇൻറ്റു നമ്മുടെ ആ ഒരു x/360 എന്ന് പറയുമ്പോൾ 6 അവിടെ 4 വന്നു. അപ്പൊ π ഇൻറ്റു 4² ഇൻറ്റു എത്രയായിരുന്നു നമ്മൾ അവിടെ കണ്ടുപിടിച്ച ഡിഗ്രി? 45 ആയിരുന്നു. 45/316 ഈക്വൽ ടു 60 π ഇൻറ്റു 1/8 വന്നു. ആൻസർ 2 π സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവാണ്. നമ്മൾ ചെറുതും വലുതും കണ്ടുപിടിച്ചു. 16 പൈയും അതുപോലെ 2 പൈയും കൂടി കൂട്ടുക, 18 പൈ സെന്റിമീറ്റർ സ്ക്വയർ വന്നു. ആദ്യമായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ പേടിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ 1-2 വട്ടം കേട്ട് അതൊന്ന് ചെയ്ത് നോക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് 28th വൺ സുഖമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പൊ മീൻ കാണാൻ, മാന്ദ്യം കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രദേശത്തെ 20 കുടുംബങ്ങളുടെ വൈദ്യുതി ഉപയോഗം പട്ടികയായി ചുവടെ കൊടുത്തിരിക്കുന്നു. ദ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് 20 ഹൗസ് ഹോൾഡ് ഇൻ ലൊക്കാലിറ്റീസ് ഗിവൻ ബിലോ ഫോളോയിങ് ടേബിൾ. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം? മാന്ദ്യം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 100 തൊട്ട് 150 വരെ 4 ആൾക്കാർ, അതുപോലെ 150 തൊട്ട് 200 വരെ കുടുംബങ്ങളുടെ എണ്ണം 2, 200 തൊട്ട് 250 വരെ 5 ആൾക്കാർ, 250 തൊട്ട് 300 വരെ 6, 300 to 350 3. വൈദ്യുതി ഉപയോഗത്തിന്റെ മാന്ദ്യം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മധ്യപദം എടുക്കണം. അത് എത്ര പേര് ആകെ ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മൾ മധ്യപദം 100ന്റെയും 150ന്റെയും പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നടുവിലുള്ള നമ്പർ ആരാണ്? 125 ആണ്. അതെടുത്തു. അതിലാകെ എന്ന് പറഞ്ഞാൽ 125 ഇൻറ്റു 4 നിങ്ങൾ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 500 കിട്ടും. അതുപോലെ 150നും 200നും ഇടയിലുള്ള മിഡിൽ നമ്പർ എടുക്കുക, 175. 175 ഇൻറ്റു 2 ചെയ്യുക. അപ്പൊ നമ്മൾക്ക് 350 കിട്ടും. നെക്സ്റ്റ് 200ന്റെ 250ന് ഇടയില് 225 ആണ്. അത് ഇൻറ്റു 5 ചെയ്യുക. അപ്പൊ നമുക്ക് 1125 കിട്ടും. അങ്ങനെ നിങ്ങൾ ഓരോന്നും കണ്ടിട്ട് ടോട്ടൽ കാണുക.
ആ ടോട്ടൽ ബൈ കുടുംബങ്ങളുടെ എണ്ണം 4+2+5+6+3 20 വരും. 4600 ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ 230 നിങ്ങളുടെ മീൻ വരിക. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ ചെയ്തത് മധ്യപദം എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ മധ്യപദത്തിനോട് കുടുംബങ്ങളുടെ എണ്ണം ഇപ്പൊ 125 എടുത്തു കഴിഞ്ഞാൽ കുടുംബങ്ങളുടെ എണ്ണം 4 125 × 4 ചെയ്ത് അവിടെ ആൻസർ എഴുതി. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആൻസർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ എപ്പോഴും ക്രിസ്മസ് എക്സാമിനായാലും അതുപോലെ ഓണം എക്സാമിനായാലും കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലായാലും എപ്പോഴും വരാറുള്ളതാ. ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അറിയേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത ആൻസേഴ്സ് കറക്റ്റ് ആണോ നോക്കുക. ഇതോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്ന് അറിയാം, പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്